ജന്മാന്തര പാപങ്ങളെ കഴുകിക്കളയുന്ന കൊട്ടിയൂരിലെ ശയന പ്രദർശനം. സാധാരണ ക്ഷേത്രങ്ങളിലെ പ്രദർശനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് കൊട്ടിയൂരിലെ ശയന പ്രദർശനം. കിഴക്കേ നടയിലെ തിരുനെറ്റിക്കല്ലിന് മുന്നിലിരുന്ന് മഹാദേവൻ കുടികൊള്ളുന്ന മണിത്തറയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തന്റെ കണ്ണുകൾ കെട്ടുന്നത്. ബാഹ്യലോകത്തെ കാഴ്ചകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി ഉള്ളിലെ ഈശ്വര ചൈതന്യത്തിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിന്റെ പ്രതീകമാണിത്. കൊട്ടിയൂരിൽ ശയന പ്രദർശനത്തിന് പ്രത്യേകമായി ഒരു നിശ്ചിത സമയം നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും 1000 കുട അഭിഷേകം നടക്കുന്ന സമയത്താണ് ഇതിന് ഏറ്റവും ഉത്തമവും അനുയോജ്യവുമായി കണക്കാക്കപ്പെടുന്നത്. മഹാദേവന്റെ സ്വയംഭൂശിലയിൽ 1000 കുടം തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ പവിത്രമായ തീർത്ഥജലം മുഴുവൻ ഒഴുകിയെത്തുന്നത് ഭക്തർ പ്രദർശനം വയ്ക്കുന്ന തിരുവഞ്ചിറയിലേക്കാണ്. ഈ പുണ്യസമയത്ത് തിരുവഞ്ചിറയിൽ സാക്ഷാൽ ഗംഗാ സാന്നിധ്യം അതിന്റെ പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കുമെന്നാണ് വിശ്വാസം. കണ്ണുകെട്ടി തിരുവഞ്ചിറയിലെ തണുത്ത ജലത്തിലൂടെ ഭക്തൻ ശയന പ്രദർശനം ആരംഭിക്കുന്നു. ഈ പുണ്യവേളയിൽ കൂടെയുള്ള സഹായി ചൊല്ലിക്കൊടുക്കുന്ന ശിവമന്ത്രങ്ങൾ ഭക്തിയോടെ ഉരുവിട്ടുകൊണ്ടാണ് ശയന പ്രദർശനം ചെയ്യുന്നത്. കണ്ണുകെട്ടി പരമശിവന്റെ നാമങ്ങളിൽ മാത്രം നാവിൻ തുമ്പിൽ ജ്വലിപ്പിച്ചു നടത്തുന്ന ഈ ജലപ്രദർശനം ഭക്തന്റെ ജന്മാന്തര പാപങ്ങളെ മുഴുവൻ ദഹിപ്പിച്ചു കളയുമെന്നാണ് വിശ്വാസം. പ്രദർശനം പൂർത്തിയാക്കി വീണ്ടും തിരുനെറ്റിക്കല്ലിന്റെ മുന്നിൽ തിരിച്ചെത്തിയ ശേഷമേ കണ്ണിലെ കെട്ടഴിക്കാറുള്ളൂ. കെട്ടഴിച്ച് കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച പെരുമാൾ കുടികൊള്ളുന്ന മണിത്തറ തന്നെയായിരിക്കണം എന്ന നിർബന്ധവും ഭക്തനുണ്ട്. മഹാദേവന്റെ മഹാകോപത്താൽ അറുത്തുമാറ്റപ്പെട്ട ദക്ഷന്റെ ശിരസ് രുദ്രപ്പുഴയിലൂടെ പ്രദക്ഷിണമായി ഒഴുകി നീങ്ങിയെന്നും അതോടെ ദക്ഷന്റെ ഉള്ളിലെ അഹംഭാവം പൂർണ്ണമായും ഇല്ലാതായി അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു എന്നും ഐതിഹ്യമുണ്ട്. അന്ന് ചോരയൊഴുകിയ ആ യാഗഭൂമിയാണ് ഇന്ന് ഭക്തരുടെ കണ്ണീരും പ്രാർത്ഥനയും വീണു പവിത്രമായ തിരുവഞ്ചിറയായി അറിയപ്പെടുന്നത്. ദക്ഷന്റെ ശിരസ് രുദ്രപ്പുഴയെ വലം വെച്ചതുപോലെ ഭക്തൻ തിരുവഞ്ചിറയെ വെള്ളത്തിൽ കിടന്ന് ശയന പ്രദർശനം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം പൂർണ്ണമായും നശിക്കുന്നു. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.